നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. RRB NTPC എക്സാമിന്റെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നടത്തപ്പെടുകയാണ്. അതിന്റെ ഡേറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ RRB ഇനിയും എത്രയും പെട്ടെന്ന് തന്നെ വരും. അതായത് ഏപ്രിൽ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് മാസം ആദ്യത്തേക്ക് നമുക്ക് ഈ പറയുന്ന ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ പ്രതീക്ഷിക്കാം. ഏകദേശം ഒരു മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റിന്റെയും എക്സാമിനേഷൻ പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. അതായത് ഇനി സമയം നിങ്ങളുടെ മുൻപിൽ വളരെ കുറവാണ്. നിങ്ങളിൽ കുറെ അധികം ആളുകൾ വളരെ നന്നായി പഠിച്ചു വരുന്നവരായിരിക്കും. കുറെ അധികം ആളുകൾ ഇപ്പോഴും അലോസരരായിട്ട് പഠനം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. എടാ മക്കളെ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു അടിപൊളി ടെസ്റ്റ് സീരീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്ക് എത്ര പഠിച്ചാലും RRB എക്സാമിനേഷൻ ക്ലിയർ ചെയ്യണമെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇസ് എ സ്റ്റാർ ഘടകം എന്നറിയപ്പെടുന്നത് ഏതാണ് മക്കളെ? അത് സമയമാണ്. ആ സമയത്തെ കൃത്യമായിട്ട് വിനിയോഗിച്ചാൽ, ആ സമയത്തെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ നിങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുള്ളൂ. CBT 1 എക്സാമിനേഷൻ കഴിഞ്ഞ് CBT 2 എക്സാമിനേഷൻ വരും. അവിടെയും നിങ്ങൾ ഈ സ്ട്രാറ്റജി കൃത്യമായിട്ട് ബിൽഡ് ചെയ്തില്ലെങ്കിൽ, കാരണം CBT 1ന് 100 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 90 മിനിറ്റിൽ 120 ക്വസ്റ്റ്യൻസ് CBT 2ന് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് എക്സാമുകൾക്കും സമയം ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ടെസ്റ്റ് സീരീസ് ചെയ്തു പോവുക തന്നെയാണ് ചെയ്യേണ്ടത്. അതിനുള്ള ഒരു അടിപൊളി ടെസ്റ്റ് സീരീസ്, ഈ ജോലി നേടാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ടെസ്റ്റ് സീരീസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇവിടെ RRB NTPCയുടെ CBT 1 എക്സാമിനും CBT 2 എക്സാമിനും ഈ ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അതായത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് CBT 1 എക്സാമിന് മാത്രമല്ല CBT 2 എക്സാമിനും ഇതേ ടെസ്റ്റ് പാക്ക് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് ഒരൊറ്റ പേയ്മെന്റിൽ മിനിമൽ കോസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? രണ്ട് എക്സാമിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവിടെ വരുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യും? പുതിയ കണ്ടന്റുകൾ, പുതിയ ടെസ്റ്റുകൾ എന്ത് ചെയ്യപ്പെടും? ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാം. അത് CBT 1ന് തന്ന ടെസ്റ്റ് അല്ല, വീണ്ടും എന്ത് ചെയ്യപ്പെടും? അതിനകത്ത് കണ്ടന്റ് ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ഇനി എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. അതായത് ഏകദേശം 100-ലധികം ചാപ്റ്റർ ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുക. 100-ലധികം ചാപ്റ്റർ ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതായത് ഓരോ ചാപ്റ്ററുകൾ, ഇപ്പം പൊളിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്കണോമിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാത്സ് ആയിക്കോട്ടെ, അതുമല്ലെങ്കിൽ ഹിസ്റ്ററി ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ചാപ്റ്റർ ടെസ്റ്റുകൾ, 100-ലധികം ചാപ്റ്റർ ടെസ്റ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ 20-ലധികം പ്രാക്ടീസ് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 100 മാർക്കിന്റെ ലെങ്ത് ഉള്ള ചാപ്റ്റർ ടെസ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് കിട്ടുവാ? പ്രാക്ടീസ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പൊ അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് സെക്ഷൻ വൈസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഒരു അഡ്വാൻറ്റേജ് എക്സാമിനേഷൻ നേടിയെടുക്കാം. അതുകൂടാതെ ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ, അതായത് നമുക്കറിയാം 40 മാർക്കാണ് GKക്ക് വരുന്നത്. 40 മാർക്ക് GK ആണ്. ദെൻ 30 മാർക്ക് വരുന്നത് അരിത്തമെറ്റിക് ആണ്. മാത്സിൽ തന്നെ അരിത്തമെറ്റിക് ആണ്. ദെൻ 30 മാർക്ക് വരുന്നത് റീസണിങ് ആണ്, അല്ലേ? അങ്ങനെയാണ് ആകെ 100 മാർക്ക് വരിക. ഈ 100 മാർക്കിന് വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്നത് 90 മിനിറ്റ് ആണ്. ഓക്കെയാണ്. ഇനി നേരെ നമ്മുടെ CBT 2 എക്സാമിലേക്ക് വന്നാൽ അവിടെ 50 മാർക്കാണ് GKക്ക് വരിക. 35 മാർക്കാണ് അരിത്തമെറ്റിക്കിന് ഉണ്ടാവുക. ദെൻ 35 മാർക്കാണ് റീസണിങ്ങിന് ഉണ്ടാവുക. ഇവിടെ നിങ്ങൾക്ക് 120 ചോദ്യങ്ങളായിരിക്കും കിട്ടുന്നത്. അതിന് നിങ്ങൾക്ക് ആകെ ലഭിക്കുന്നത് 90 മിനിറ്റ് ആയിരിക്കും. അതായത് ഇവിടെയും സമയം സെയിം ആണ്, ഇവിടെയും സമയം സെയിം ആണ്. പക്ഷെ ചോദ്യങ്ങളുടെ എണ്ണം കൂടി. അപ്പൊ സമയം എന്ത് ചെയ്തു? ചോദ്യങ്ങളുടെ എണ്ണം കൂടി, സമയം കുറയുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ആശങ്കയില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ, അതായത് CBT 1 എക്സാമിന് വേണ്ടി ഇതേ ഓർഡറിൽ തന്നെയുള്ള ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. ദെൻ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടന്റുകൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. CBT 1 എക്സാമിനേഷൻ കഴിയുമ്പോൾ CBT 2 എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റും എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനിയും ഇത് നിങ്ങൾക്ക് CBT 2നും എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാനായിട്ട് പറ്റും. CBT 1നും CBT 2നും CBT 2 എത്തുമ്പോഴത്തേക്കും പുതിയ കണ്ടന്റ് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും പ്രത്യേകതകൾ മക്കളെ ഈ ഒരു ടെസ്റ്റിലുണ്ട്. ഇനി ഇതിന്റെ പ്രൈസ് എത്രയാണെന്നാണ് എല്ലാവരും ചിന്തിക്കുക. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഒരുപാട് വിലയുണ്ട് എന്ന്. ഇല്ല മക്കളെ, വെറും 250 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ടെസ്റ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റും. വെറും 250 രൂപയ്ക്ക് 100+ ചാപ്റ്റർ ടെസ്റ്റുകൾ അടങ്ങുന്ന, 20+ പ്രാക്ടീസ് ടെസ്റ്റുകൾ അടങ്ങുന്ന, ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ അടങ്ങുന്ന, CBT 2നും ഉപയോഗിക്കാൻ കഴിയുന്ന, പുതിയ കണ്ടന്റുകൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ടെസ്റ്റ് സീരീസിലേക്ക് നിങ്ങൾക്ക് വെറും 250 രൂപയ്ക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. മക്കളെ, ഇത്രയും ഫീസ് കുറച്ച്, അല്ലെങ്കിൽ ഇത്രയും കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ഈ കുറഞ്ഞ സമയമുള്ളപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സൂപ്പർ നോട്ട്സ് ഒരു അവസരം ഒരുക്കി തരിക. അപ്പോൾ എത്രയും വേഗം സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ആപ്പ്
സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഈ ആപ്പിലെ ടെസ്റ്റ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി അല്ല എങ്കിൽ 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ ആ ടെസ്റ്റ് സീരീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങളും ദൂരീകരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. ദെൻ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. 250 രൂപ മാത്രം പേ ചെയ്ത് എത്രയും വേഗം ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് തുടങ്ങാം. ഇനി കളയാൻ സമയമില്ല. കളയുന്ന ഓരോ സമയത്തിലും നിങ്ങൾ മാത്രമായിരിക്കും അതിന് ഉത്തരവാദികൾ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് തുടങ്ങാം. താങ്ക് യു സോ മച്ച്.